പറയുന്നതല്ല, എനിക്ക് അറിയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ ക്രിമിനൽ ആയിട്ടുള്ള MLA, അയാൾക്കെതിരെ അന്വേഷണം നടക്കുന്നൊക്കെ അറിയാലോ, നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവുമല്ലോ. KSRTCയുടെ മറ്റു തിരക്കുള്ള ആളുകൾ ഇദ്ദേഹത്തെ പോലെ ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരാളെ കൊണ്ട് ഈ ഉദ്ഘാടനം ചെയ്യാൻ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പ്രോട്ടോകോളും എല്ലാം ശരിയാണ്. നിങ്ങൾക്ക് അറിയിപ്പുണ്ടാവും, പക്ഷെ സാമാന്യ ബുദ്ധി ഉണ്ടല്ലോ. ഉദ്യോഗസ്ഥനാണെങ്കിലും നിങ്ങൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാദേശികമായി ഇങ്ങനെ ഈ വിഷയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പീഡന ആരോപണ വിധേയനായി നിൽക്കുന്ന ഒരു MLA ആണ് അദ്ദേഹം. അയാളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നതിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ എന്നുള്ളത് പോലും അന്വേഷിക്കാൻ കോൺഗ്രസുകാരെക്കാളും മോശപ്പെട്ട രൂപത്തിലേക്ക് എന്തിനാണ് നിങ്ങളൊരു അദ്ദേഹത്തിന്റെ പാർട്ടി തയ്യാറല്ല. നിയമസഭയിൽ നിന്ന് പോലും അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുക. നിങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് അധികാരികൾക്ക് അതല്ലെങ്കിൽ ഇതിന്റെ വകുപ്പ് മന്ത്രിക്ക് ഉൾപ്പെടെ വിളിച്ച് ഇങ്ങനെ ഈ MLA ഇത് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നതുമായി ബന്ധപ്പെട്ട ശാസ്ത്രമേള ഉൾപ്പെടെ അതിന്റെ പരിപാടികൾ പാലക്കാട് സംസ്ഥാന ശാസ്ത്രമേള നടക്കും. അതിന്റെ പരിപാടി സർക്കാർ നിങ്ങൾക്ക് ഇതിനകത്ത് എന്താണ് സർക്കാർ എന്തായിരുന്നു? നിങ്ങൾക്ക് പ്രത്യേക താല്പര്യമുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ആ താല്പര്യമായിട്ട് ഈ പാലക്കാട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. നിങ്ങൾ സർക്കാർ നിയോഗിച്ച ആളാണ്. നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യം ഇതിനകത്ത് ഞങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. DTO എന്ന നിലയ്ക്ക് നിങ്ങളുടെ താല്പര്യമാണ്. ഒരു ജീവനക്കാരി ഈ പരിപാടി അറിഞ്ഞിട്ടില്ല, സാറ് മാത്രമാണ്. പിന്നെ ഏതാനും കോൺഗ്രസ് ഇവിടെ നടക്കുന്ന പരിപാടിക്ക് ഒരു നോട്ടീസ്, ഒരു ഫ്ലെക്സ് ബോർഡ്, ഒരു അറിയിപ്പില്ല. ഒരു അംഗീകൃത അവരെ അറിയിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നിൽക്കുന്ന പത്രക്കാരെങ്കിലും പറഞ്ഞിട്ടുണ്ട് സാറിന്റെ കുറെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇതിനു മുമ്പ് നടന്ന പരിപാടികൾ സമാനമാണോ? ഈ പത്രക്കാര് ഇതിനു മുമ്പ് ഉദ്ഘാടനം ചെയ്തിട്ടില്ലേ? ഇങ്ങനെയാണോ ചെയ്തിട്ടുള്ളത്? ജനകീയമായി ചെയ്യേണ്ട പരിപാടി ഒളിച്ചും പാത്തും അല്ലെങ്കിൽ കോൺഗ്രസിന് പിടിപൊടി ചെയ്യുന്ന സാറിന്റെ ഈ തീരുമാനത്തെ ഇവിടെ ശാസ്ത്രമേള നടക്കുന്നല്ലോ, സംസ്ഥാന ശാസ്ത്രമേളയാണല്ലോ. ഈ പാലക്കാട് വെച്ചിട്ടാണല്ലോ നടക്കുന്നത്. MLA എന്തുകൊണ്ട് അതിൽ പങ്കെടുപ്പിച്ചില്ല? ഒരു സാമാന്യ ബുദ്ധി വേണ്ടേ? ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ ഇരിക്കുമ്പോഴും നിങ്ങൾ പ്രോട്ടോകോൾ കാര്യം പറയുമ്പോഴും ഒരു സാമാന്യമായി ചിന്തിക്കണ്ടേ? അതെന്തുകൊണ്ടുണ്ടായില്ല? ഈ പാലക്കാടിലെ ജനങ്ങൾക്ക് വലിയ അപമാനമല്ല ഉണ്ടാക്കി. ഇത് സർക്കാരിന്റെ ശ്രദ്ധയില്, വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയില്, സംസ്ഥാനത്തെ വകുപ്പ് അധികാരികളുടെ ശ്രദ്ധയിൽ പരാതിയായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ഇവിടെ DTO ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിൽ കാണുന്നില്ല. രാഷ്ട്രീയപരം അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉണ്ടാവും. അത് കൃത്യമായി ഇവിടെ ഈ ഉദ്ഘാടനം ആലോചിച്ചത് KSRTCയിലെ ഒരു പ്രത്യേക സംഘടനയുമായിട്ടാണ്. KSRTCയിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക സംഘടനയുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം. അംഗീകൃത യൂണിയൻ ഉണ്ടല്ലോ, മറ്റാരെ അറിയിക്കണ്ട, അവരെ അറിയിക്കണ്ട. കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണല്ലെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞോളൂ. കോൺഗ്രസ് രാഷ്ട്രീയം വളർത്താൻ അത് പറഞ്ഞോളൂ. പിന്നെ ആ രൂപത്തിലാണ് ഉദ്യോഗസ്ഥന് പണിയെടുക്കുക. വലിയ പ്രതിസന്ധിയിലൂടെ പോകുന്നു. സർക്കാർ സംവിധാനം ഇടപെട്ട് അതിന് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. KSRTCയെ നന്നാക്കാൻ അതോ ഞങ്ങൾ ആ വാക്കുപയോഗിക്കുന്ന മറ്റു വല്ല പണിക്കാണോ ഈ കസേരയിൽ ഇരിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ അത് ചെയ്തു കൊടുക്കുകയാണ് താങ്കളുടെ പണി. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ മറ്റു ഭാഷ നടന്നതിന് ശേഷം എത്ര നല്ല രൂപത്തിലേക്ക് ഒരു ബസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തി എത്ര വലിയ അപമാനമാണ് ഉണ്ടായത്. കുടുംബത്തിൽ ഈ പറഞ്ഞ പോലെ സ്ത്രീകളും ഒക്കെ അല്ലേ ഇതുപോലെ ഒരു ക്രിമിനലിനെ നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്ത് എങ്ങനെ പോകാൻ പറ്റും? പ്രതിഷേധങ്ങൾ ശക്തമായിട്ട് വരും. ആ സമയത്ത് ഉദ്ഘാടന ചടങ്ങ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ വല്ല ആരെങ്കിലും വിവരം കൊടുത്തു? സാററിയാതെ എങ്ങനെയാണ് ഈ പാലക്കാട് ഇപ്പോൾ ഒരു ഉദ്ഘാടന പരിപാടി നടക്കുന്നത്? സാർ അറിയില്ലെന്ന് പറയുന്നത് അങ്ങനെ ആളുകൾക്ക് എല്ലാവർക്കും ഓരോ ഫ്ലാഗ് കൊണ്ട് എല്ലാ ബസ്സിനും മുഖത്ത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കിട്ടും. അല്ല, നിങ്ങളാണ് സംഘടിപ്പിച്ച പരിപാടി. നിങ്ങളായിരുന്നു താങ്കളുടെ അറിവോടെ സമ്മതത്തോടു കൂടി സംഘടിപ്പിച്ച പരിപാടിയാണ്. അതിനകത്ത് പൂർണ്ണമായി ഉത്തരവാദിത്വം കാണിച്ചു. ഫ്ലാഗ് ചെയ്യാൻ MLA കൊണ്ടുവന്ന ഫ്ലാഗാണോ അതോ അയാളെ വീട്ടിൽ നിന്ന് MLA അല്ല വീട്ടിൽ ആരും അറിയാതെ ചെയ്യണം. ഏതെങ്കിലും ഇവിടെ നിൽക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകർ അറിഞ്ഞിട്ടുണ്ടോ? ജനകീയമായിട്ടുള്ള പിന്നിൽ ഗൂഢാലോചനയില്ലേ? നിങ്ങൾക്ക് പങ്കില്ലേ? രാഷ്ട്രീയമാണ് കളിക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയത്തോടെ ഞങ്ങൾക്ക് ഇടപാട് കഴിയും. ഇവിടെ
സാറേ